ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ജനതയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി 88-ാം വയസ്സിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബസ് യാത്ര ചെയ്തപ്പോൾ ഏകദേശം 80 കിലോമീറ്റർ ദൂരത്തിനിടയിൽ 60-ലധികം ഫ്ലെക്സ് ബോർഡുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ കാണുകയുണ്ടായി. കത്തോലിക്ക ദേവാലയങ്ങളുടെ പരിസരങ്ങളിൽ കണ്ടതിനൊന്നും വലിയ പ്രത്യേകത തോന്നിയില്ല. കാരണം അത് സ്വാഭാവികമായ കടപ്പാടിൻ്റെ ഭാഗമായി മാത്രം കരുതി. എന്നാൽ അവയിൽ കൂടുതലും SNDP, NSS തുടങ്ങിയ മതസംഘടനകളുടെയും പ്രാദേശിക സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും യൂണിറ്റുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള അടിക്കുറിപ്പുകളോടുകൂടെ കാണപ്പെട്ടത് എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തി. അർജന്റീനയിൽ ജനിച്ച് ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ വളർന്ന് ഇറ്റലിയിൽ റോമൻ കത്തോലിക്ക സഭയുടെ തലവനായി 12 വർഷം സേവനം ചെയ്ത ഒരു മത മേലധികാരി എങ്ങനെ നമ്മുടെ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഈ കൊച്ചു കേരളത്തിലെ ചെറിയ ചെറിയ നാട്ടിൻപുറങ്ങളിലെ സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു, അവരുടെ ആരാധ്യ പുരുഷനായി എന്നതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. ഇത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം സ്ഥിതിവിശേഷമല്ലല്ലോ. ലോകം മുഴുവനിലുമുള്ള സകല മനുഷ്യ സമൂഹത്തിൻ്റെയും ഹൃദയത്തിൽ ആഴമായ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നത് നമ്മെ ഓരോരുത്തരെയും ആശ്ചര്യപ്പെടുത്തേണ്ട വിഷയമാണ്. ഒരു നല്ല മനുഷ്യനെ, ഒരു നല്ല മനുഷ്യ സ്നേഹിയെ, ഒരു നല്ല ക്രിസ്ത്യാനിയെ എങ്ങനെ ലോകം സ്നേഹിക്കും, ആദരിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വേർപാടിൽ ലോകം പ്രകടിപ്പിക്കുന്ന വേദനയുടെ തേങ്ങലുകൾ. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന സന്ദേശങ്ങൾ ചർച്ച ചെയ്ത ദിവസങ്ങളിലൂടെയാണല്ലോ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന സന്ദേശം, നിങ്ങൾ ലോകമൊക്കെയിലും പോയി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20. വിശുദ്ധ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് വിട പറയുന്ന ഈ വേളയിൽ അദ്ദേഹം ലോകം മുഴുവനിലും പോയില്ല എങ്കിലും പ്രത്യേകിച്ച് ഭാരതത്തിലും വന്നില്ലല്ലോ. ലോക ജനതയെ മുഴുവൻ ഉപദേശിച്ചതിനേക്കാൾ ഉപരി തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗവും ധർമ്മവും പഠിപ്പിച്ച് ശിഷ്യരാക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്ത യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. പത്രമാധ്യമങ്ങളിലും ദൃശ്യ സാമൂഹ്യ മാധ്യമങ്ങളിലും അദ്ദേഹത്തെ ധാരാളമായി ഈ ദിവസങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അവയിലേക്കൊന്നും കടക്കുന്നില്ല, അത് ആവർത്തിക്കുന്നുമില്ല. കാലം ചെയ്ത നമ്മുടെ പരിശുദ്ധ പൗലോസ്തുതിയൻ ബാവാ തിരുമേനി 2013 സെപ്റ്റംബറിൽ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോഴത്തെ ഒരു സംഭവം ഞങ്ങളുടെ വൈദിക മീറ്റിങ്ങിൽ പറഞ്ഞത് ഓർക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമേനിയും സംഘവും പോപ്പിനെ സന്ദർശിച്ച വേളയിൽ മടക്കയാത്രയുടെ തലേ രാത്രിയിൽ അത്താഴ വിരുന്ന് നൽകി മാർപ്പാപ്പ ഔദ്യോഗികമായി സംഘത്തോടെ യാത്ര ചോദിക്കൽ നടത്തി. പിറ്റേ ദിവസം അതിരാവിലെ സംഘം മടങ്ങുകയാണ്. നമ്മുടെ പരിശുദ്ധ ബാവാ തിരുമേനി അതിരാവിലെ കാറിനടുത്തേക്ക് വന്നപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് പോപ്പ് തിരുമേനി സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ബാവായെ ആലിംഗനം ചെയ്ത് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്ത് കൈവീശി സംഘത്തെ യാത്രയച്ച സംഭവം പരിശുദ്ധ ബാവാ തിരുമേനിയെ വളരെ അത്ഭുതപ്പെടുത്തിയതായി അദ്ദേഹം പറയുകയുണ്ടായി. കാരണം പോപ്പിൻ്റെ ഔദ്യോഗിക യാത്രയക്കൽ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ ആരെയും യാത്ര അയക്കാൻ പോപ്പ് തിരുമേനിമാർ താഴേക്ക് ഇറങ്ങി വരാറില്ല. അത് കീഴ്വഴക്കവുമല്ല. അദ്ദേഹത്തിൻ്റെ എളിമ, താഴ്മ, സഹോദര സ്നേഹം എല്ലാം ഈ ഒരൊറ്റ സംഭവത്തിൽ അടങ്ങിയിരിക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. വലിയവർക്ക് മാത്രമേ അല്പം ചെറിയവനാകുവാനോ താഴുവാനോ കഴിയുകയുള്ളൂ. നമുക്ക് അല്പം താഴുവാനോ ചെറിയവനാകുവാനോ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളാരും വലിയവരായിട്ടില്ല, ഇപ്പോഴും ചെറിയവരായി തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് അദ്ദേഹം ഈ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നു. 21-ാം നൂറ്റാണ്ടിലെ ഈ സൈബർ യുഗത്തിൽ ആഡംബരങ്ങളുടെയും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ വിസ്മയങ്ങളുടെയും നടുവിലും 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ശിഷ്യ സമൂഹത്തെ ശേഖരിക്കുവാനും സമ്പാദിക്കുവാനും യാതൊരു പ്രയാസവുമില്ല എന്ന് ആധുനിക ക്രൈസ്തവ സമൂഹത്തിനും ആധുനിക തലമുറയ്ക്കും ഈ വലിയ പിതാവ് കാണിച്ചു തന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുമെന്നും അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. ആ വലിയ ഇടയൻ്റെ നിർമ്മലമായ കാൽപാദങ്ങൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.